ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പറാത്തയാണ് കേട്ടോ. മുട്ടയുടെ ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. മുട്ട ഒരു പ്രത്യേക രീതിയിൽ സ്റ്റഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കിതിലേക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തി പോലെ പരത്തി എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. സാധാരണ ഇതിലേക്ക് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ നമുക്കിത് നല്ലതുപോലെ വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ മൈദയിൽ നമുക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ വെള്ളം കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചിട്ടത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് ഫില്ലിങ് റെഡിയാക്കുന്ന ആ ഒരു സമയം ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഓംലെറ്റിലേക്കുള്ള മിക്സ് പോലെ ഒരു എഗ് മിക്സ് ആണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി, ചെറിയ സവാളയാണെങ്കിൽ 1 എടുക്കുക, മീഡിയം സൈസിലുള്ളതാണെങ്കിൽ പകുതി മതിയാവും കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഓംലെറ്റിലേക്കുള്ള മിക്സ് എങ്ങനെ നമ്മൾ ഇതിനുള്ളിൽ വെക്കുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നെ അതിന് മുൻപായിട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ പറാത്തയിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുള്ള മാവില്ലേ, അത് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. ഞാനിവിടെ ഈ ഒരു കപ്പ് മാവ് 4 പീസാക്കിയിട്ടാണ് കേട്ടോ മാറ്റുന്നത്. 4 പറാത്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം ഇത് കുറച്ചൊരു കട്ടിയിൽ പരത്തണം, അപ്പോൾ 4 എണ്ണം മതിയാകും. ചെറിയ ബോൾസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 4 ബോൾസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നല്ലതുപോലെ ഇതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് മൈദ തൂവിയിട്ട് ഒട്ടിപ്പിടിക്കാതെ പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ, കുറച്ചൊരു കട്ടിയിലാണ് നമ്മൾ പരത്തുന്നത്. നമ്മളിപ്പോൾ 1 കപ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കിയ മാവ് 4 ബോൾസ് ആക്കിയിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയായിരിക്കുമല്ലോ എത്ര കട്ടി ഉണ്ടാവും എന്നുള്ളത്. വളരെ തിന്നായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് മടക്കിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു കട്ടിയിൽ പരത്തിയെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ചപ്പാത്തി ഇവിടെ നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു എഗ് മിക്സ് വെച്ച് കൊടുക്കുക. ഒരു 4 ടീസ്പൂണോളം എഗ് മിക്സ് ആണ് കേട്ടോ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് പരന്നു പോണതിൻ്റെ മുൻപായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സമചതുരത്തിൽ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നീളത്തിൽ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഇതിവിടെ മാറ്റി വെക്കാം കേട്ടോ, ഇപ്പം തന്നെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് പുറത്തേക്കൊന്നും വരില്ല, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തത് ഇതുപോലെ ചതുരത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ പരത്തിയത് ചതുരത്തിലായിപ്പോയതാണ്. അതും നമുക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പുറത്തേക്ക് വരുന്ന പ്രശ്നമൊന്നുമില്ല. ഇനി പുറത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പറാത്തയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, ചുട്ടെടുക്കല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ പറാത്തയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അതുപോലെ തന്നെ വെച്ചതിന് ശേഷം മറിച്ചിടണം കേട്ടോ. കാരണം ഉള്ളിലുള്ള ആ ഒരു മുട്ട കുക്കായിട്ട് അവിടെ ഒട്ടിപ്പിടിച്ച് നിന്നതിന് ശേഷം വേണം നമുക്കിത് മറിച്ചിടാനായിട്ട്. പെട്ടെന്ന് തന്നെ മറിച്ചിടുകയാണെങ്കിൽ മുട്ടയൊക്കെ പുറത്ത് വരും, നമുക്കറിയാലോ. പിന്നെ ഇത് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഈ ചപ്പാത്തിയുടെ ഉള്ളിലൂടെ വേണം അതിലേക്ക് ചൂടെത്താനായിട്ട്. അപ്പോൾ ആ മുട്ട കുക്കായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞ് പൊട്ടിക്കുന്ന സമയത്ത് അതിനുള്ളിൽ മുട്ട കുക്കാവാതെ ഉണ്ടാവും. അപ്പോൾ അതിലും നല്ലത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് കുറച്ച് സമയം എടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതല്ലേ. അതുകൊണ്ട് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഒരു പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 ഞാനിവിടെ സമചതുരത്തിലാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒന്നുകൂടെ ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് കയറ്റി ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ മുഗളായി എഗ് പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്